ഏട്ടത്തി കിളിക്കൂടിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മൾ സുധീഷും ഹരീഷും ആണെങ്കിൽ വീണ്ടും വഴക്കിടാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നുണ്ട്, വീണ്ടും നിങ്ങളിങ്ങനെ അടി കൂടി കഴിഞ്ഞാൽ ഏട്ടത്തി വീട് വിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ രണ്ടുപേരെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ചെക്ക മതിയുടെ നിർത്തല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഇതാണ് നമ്മുടെ കുടുംബം, കാലങ്ങളോളം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ജീവിച്ച് വന്നത്. പെട്ടെന്നൊരു ദിവസം നമുക്ക് മര്യാദകളൊക്കെ ആയിട്ട് നമുക്ക് ജീവിക്കാനാണെങ്കിൽ കുറച്ച് പാടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധി ആണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഇവരാരും കണ്ടിട്ടുമില്ല കേട്ടോ നിധി വന്ന് നിൽക്കുന്നത്. നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അത് ശരി, അപ്പോൾ നിങ്ങളാണെങ്കിൽ ചുമ്മാ അടി കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞങ്ങളിതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നികേഷ് ആണെങ്കിലും നമ്മൾ നിധിയെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നീ നിർത്തി കളഞ്ഞതെന്നും പറഞ്ഞിട്ട് സുധീഷ് തിരിഞ്ഞ് നോക്കുമ്പോഴാണെങ്കിൽ ദേഷ്യത്തിലോടെ നിൽക്കുന്നത് നമ്മൾ നിധിയെ കാണുന്നുണ്ട്. നമ്മൾ സുധീഷ് ആണെങ്കിൽ ആ ഒരു ചമ്മലോടെ ആണെങ്കിൽ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, ആ നിധി ഗുഡ് മോർണിംഗ്, ഇന്നലെ നല്ലതുപോലെ ഉറങ്ങുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കണ്ട വീടെല്ലാം അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കി വിളക്കുമൊക്കെ വെച്ചിട്ടുണ്ട്, മുറ്റമെല്ലാം അടിച്ച് വൃത്തിയാക്കി ഇട്ടെന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, നുണയാണ് ഏട്ടത്തി, ഞാനാണ് മുറ്റമെല്ലാം അടിച്ച് വൃത്തിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ നിധി ആണെങ്കിൽ നേരെ അടുക്കള സൈഡിലോട്ട് പോകുന്നു. നമ്മൾ സുധീഷ് ആണെങ്കിൽ പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ഓ ഇപ്പോഴാണ് മനസ്സിനൊന്ന് സമാധാനമായത്, എന്തായാലും നിങ്ങൾക്കും മിണ്ടത്തില്ലെന്ന് എന്തായാലും നിധി ഉറപ്പിച്ചല്ലോ, അപ്പോൾ എനിക്കൊരു സമാധാനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ഇയാൾക്ക് എന്തിൻ്റെ അസുഖമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, ആ എന്തിൻ്റെ അസുഖമാണെന്ന് ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും അടികൂടാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഇനി വീണ്ടും അടികൂടി കഴിഞ്ഞാൽ രണ്ടിനെയും ഞാൻ ചെവി പിടിച്ച് കിറുക്കി ഞാനങ്ങ് വിടുമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ മൂക്കും പൊത്തി പിടിച്ച് വെച്ചിട്ട് അകത്തോട്ട് ഓടുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോളേന്ന് ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് സുഭാഷ് പറയുന്നത്, അയ്യോ ഇപ്പോഴും അച്ഛനാണെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഇനിയിപ്പോൾ സിഗരറ്റ് വലിച്ചതിൻ്റെ മണം അവിടെ എങ്ങാനും കാണുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സുധീഷ് ആണെങ്കിൽ ദേഷ്യത്തോടെ ആണെങ്കിൽ നിൽക്കുന്ന അച്ഛൻ്റെ അടുത്തോട്ട് ഓടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അച്ഛൻ അവിടെ സൈക്കിളിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, അതേ നിങ്ങൾക്ക് ബോധവും വെളിവൊന്നും ഇല്ലേ, ടോയ്ലറ്റ് എങ്ങനെ വൃത്തിയാക്കി ഇടണമെന്നൊന്നും അറിയത്തില്ല, ഈ ഒരു ടോയ്ലറ്റ് തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സമയത്താണെങ്കിൽ നമ്മൾ ഭാസ്കരനാണെങ്കിൽ ഒന്നും മിണ്ടാതെയൊക്കെ നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അതേ അച്ഛൻ്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊന്നും അറിയത്തില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ കിടന്ന് അടി കൊടുക, തലറിയെ കിടന്ന് ഉരുളുക, ഇതൊക്കെ തന്നെയാണ് ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല മോളെ എന്ന് പറയുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടനാണെങ്കിൽ ഇതിനകത്ത് ഇടപെടേണ്ട, ഇവരൊക്കെ ആണെങ്കിൽ വഷളായി പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പത്തിലേ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും കുഴപ്പം ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷ് ആണെങ്കിൽ അങ്ങ് അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു ചെറിയൊരു പേടിയോടെ നമ്മൾ ഹരീഷ് ആണെങ്കിൽ അകത്ത് കയറി പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പിന്നെ നമ്മൾ നിധി ആണെങ്കിൽ അച്ഛനെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ അച്ഛൻ പറയുന്നുണ്ട്, എന്നെയാണല്ലോ നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഞാനും പോട്ടെ എന്ന് പറഞ്ഞ് സൈക്കിൾ എടുത്തുകൊണ്ട് മിണ്ടാതെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അച്ഛനും. പിന്നെ ആണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ ഒരു സങ്കടത്തോടെയൊക്കെ ആണെങ്കിൽ നമ്മൾ നിധിയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാതെ പറഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നികേഷ് പറയുന്നുണ്ട്, അതാണെങ്കിലും ഇടത്ത് ഇങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാലേ ഇവരെയൊക്കെ ഒന്ന് വഴിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ സുഭാഷ് ആണെങ്കിൽ ജോലി സ്ഥലത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പെണ്ണ് കാണാൻ പോയ ആ പെൺകുട്ടിയാണെങ്കിൽ സുഭാഷിനെ വിളിച്ചിട്ടാണെങ്കിലും പറയുന്നുണ്ട്, ഇന്നൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഭാഷ് പറഞ്ഞ് ആ കാണാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷിൻ്റെ അടുത്താണെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇത് അന്ന് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുഭാഷ് പറയുന്നുണ്ട്, ആ അതേന്ന് പറയുന്നുണ്ട്, അത് അന്നാണെങ്കിൽ പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ വീട് മാറി താമസിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ എല്ലാം ശരിയായോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ സുഭാഷ് പറയുന്നുണ്ട്, ആ ഒന്നും അറിയത്തില്ലാടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുഭാഷ് ആണെങ്കിൽ കുട്ടിയെ കാണാൻ വേണ്ടിയാണെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആ പെൺകുട്ടിയാണെങ്കിൽ അവിടെ കാത്തിരിപ്പുണ്ട്. നമ്മൾ സുഭാഷ് ആണെങ്കിൽ പണിസ്ഥലത്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. സുഭാഷ് ആണെങ്കിൽ ആ പെൺകുട്ടി അടുത്ത് പറയുന്നുണ്ട്, വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാനുള്ള സമയം കിട്ടിയില്ല, അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ പെൺകുട്ടി പറയുന്നുണ്ട്, അതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, പിന്നെ ഒരിക്കൽ നമ്മൾ തമ്മിൽ കാണുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുഭാഷ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറയുന്നുണ്ട്, പിന്നെ നിങ്ങളൊന്ന് വന്ന് കണ്ടിട്ട് പോയതിന് ശേഷമാണെങ്കിൽ പിന്നെ 2-3 പേരും കൂടെയൊക്കെ എന്നെ വന്ന് കണ്ടായിരുന്നു, പക്ഷേ എനിക്കാണെങ്കിൽ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ നിങ്ങളാകുമ്പോഴത്തേക്ക് എനിക്കൊരു കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ജ്യൂസ് കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ ആ പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമുക്ക് വീടൊക്കെ നോക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, വേറെ എന്തിനാ വീട്, നമുക്ക് വീടുണ്ടല്ലോ, ആ വീടെന്താ പഴയതായതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, ഹരീഷിനാണെങ്കിൽ വർക്ക്ഷോപ്പിൽ പോകാനാണെങ്കിലും അതുപോലെ തന്നെ സുധിക്കാണെങ്കിൽ
പിന്നെ കാറ് പാർക്കിങ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ആ വീടാണ് സൗകര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അവിടുന്ന് മാറാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തും നമ്മൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്തായാലും പിന്നെ അനിയന്മാർ പറഞ്ഞായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് വേറെ മാറി താമസിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ സുഭാഷാണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സുഭാഷാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇച്ചിരി ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുഭാഷാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ട് നമ്മൾ സുഭാഷ് നേരെ വീട്ടിലോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്താണെങ്കിലും നമ്മൾ ഹരീഷാണെങ്കിലും സുധീഷാണെങ്കിലും നിധിയാണെങ്കിലും കല്യാണത്തിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുഭാഷാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഇവർ മൂന്നിൽ എണീറ്റിട്ടാണെങ്കിൽ പറയുന്നുണ്ട് ആ വായട്ട ഇരിക്കാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് ഒരു കസേര എടുത്തിട്ട് നടുക്കങ്ങ് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട് മീൻ മേടിക്കണോ ഏട്ടാ കറി വയ്ക്കാമെന്ന് വയ്ക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് അതിന് മീനൊക്കെ മേടിച്ച് നിങ്ങളൊക്കെ കറിയൊക്കെ വെച്ചൊക്കെ ഇനിയിപ്പോൾ എല്ലാവരും ഒക്കെ പ്രാക്ടീസ് ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഇവർക്ക് ചെറിയ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് ആണെങ്കിൽ കവിതയെ കണ്ട കാര്യവും എല്ലാം ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ സുഭാഷ് ആണെങ്കിൽ നികേഷിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എടാ ഞാനിവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് ആണെങ്കിൽ കരയുന്നൊരു വക്കിൽ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട് അത് വെച്ചിട്ട് ഇപ്പോൾ ഏട്ടനിക്കൊരു ജീവിതം ഇല്ലാതെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷും പറയുന്നുണ്ട് ഏട്ടനാണെങ്കിൽ എത്രയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചോറും കറിയും വെച്ചിട്ട് ഇങ്ങനെ ഏട്ടൻ്റെ ജീവിതം കളയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് സന്തോഷം, നിങ്ങളെ കൂടെ എനിക്ക് ജീവിക്കുന്നതാണ് എനിക്ക് സന്തോഷം, അല്ലാതെ എനിക്ക് കല്യാണം കഴിച്ച് ജീവിക്കുന്നതൊന്നും അല്ല എനിക്ക് സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് ആണെങ്കിൽ അവരുടെ അടുത്ത് അറുത്ത് മുറിച്ച് തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ കല്യാണം നടക്കത്തില്ല എന്ന് തന്നെ സുഭാഷ് പറയുന്നുണ്ട്. അവർ സുഭാഷ് ചോദിക്കുന്നുണ്ട് നിധിയെടുത്താണെങ്കിൽ നീയും ഇവന്മാരെ കൂടാണെങ്കിൽ ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടി നിന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധിക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാനുള്ള മറുപടിയൊന്നും ഇല്ല. അപ്പോഴത്തേക്കാണെങ്കിലും സുഭാഷ് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാനേ അവർക്ക് പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.